ഓരോ വീടുകളിൽ നിന്ന് കിട്ടണത്. ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മക്കൾ ഇടുന്ന തുണികൾ പോലും ഓരോ വീട്ടുകാർ തരുന്നതാണ്. സത്യമാണ്, സത്യം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിടുന്ന ഡ്രസ്സ് പോലും അങ്ങനെയാണ്. ഉഴുവാരി ജീവിക്കുന്ന പാവം തൊഴിലാളികളാണ് ഞങ്ങൾ. കൊച്ചു ചെറുക്കന്മാരെ കയ്യിൽ നിന്ന് അടി കൊണ്ട് ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു. ഇവര് താഴ്ന്ന ജാതിക്കാരെന്നാണ് ഗായത്രി ബാബു പറഞ്ഞത്. കോർപ്പറേഷൻകാർ എഴുതുന്ന തുക 1000 രൂപയാണ് അവർക്ക് ലൈസൻസിന് അവർ എഴുതുന്നത്. പക്ഷെ അവരെ നിന്ന് വാങ്ങിക്കുന്ന 1.25 ലക്ഷം രൂപയാണ്. കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിസ്ഥാനം മുതലേ ഞങ്ങൾ കൂടെ ഉണ്ട്. എടുക്കുന്ന പ്ലാസ്റ്റിക് കുമ്മും കൂട്ടി ഇട്ടിട്ട് അത് കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു വീട്ടുകാർ കത്തിച്ചാൽ 25,000 30,000 അവർ പെറ്റിയടിക്കും. ചതിക്കൊന്നും ഒട്ടും വിചാരിച്ചതല്ല. ഇനിയാണ് ഘടിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങൾ വീണ്ടും സമരം ചെയ്യും. ഇവർക്കൊരു സ്വസ്ഥതയും കിട്ടൂല, ഒരു സ്വസ്ഥതയും കിട്ടില്ല. അവര് നമ്മൾ കൊടുക്കില്ല. നമ്മൾ ലോക്കൽസുകളാണ്, വെറും ലോക്കൽസുകളാണ്. 2 മാസത്തിലധികമായി ശുചീകരണ തൊഴിലാളികൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുമ്പിൽ കുടിൽ കെട്ടി സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളികളുടെ കുടിലും മറ്റ് ബാനറുകളും എല്ലാം തന്നെ പോലീസ് അഴിച്ച് നീക്കിയിരിക്കുകയാണ്. അതുകൂടാതെ ഇവിടെ സമരം ഇരുന്നിരുന്ന നിരാഹാരം ഉൾപ്പെടെ കിടന്നിരുന്ന സഖാക്കളെ എല്ലാവരെയും തന്നെ കൂട്ടത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഇതിന് പിന്നിലുള്ള കാരണം എന്താണ്? ശുചീകരണ തൊഴിലാളികൾ തന്നെ ഇപ്പോൾ മറുനാടിനോട് പ്രതികരിക്കുകയാണ്. അതിനുള്ള ഒരു രോഗിക്ക് അവിടെ കിടന്ന ഒരാൾ സുഖമില്ലാതെ ആംബുലൻസ് വന്ന് കയറ്റിക്കൊണ്ട്, ഈ ആംബുലൻസ് വന്ന് അവിടെ കയറ്റിക്കൊണ്ട് പോയ പോലീസുകാരുടെ കോളങ്ങ് മാറും. അപ്പോഴെന്നെ വലിയ വണ്ടികൾ വന്നുള്ള വയസ്സായ അമ്മമാരെ സഹിതം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതായത് നിരാഹാരം കിടന്ന അമ്മമാരെ വരെ വണ്ടി കയറ്റിക്കൊണ്ട് പോയി. അവരുടെ, എനിക്ക് തോന്നുന്നു ഇത് അവരുടെ പ്ലാനിങ് തന്നെയാണ്. തീർച്ചയായിട്ടും അവരുടെ പ്ലാനിങ് തന്നെയാണ്. ഇത് മുകളിലോട്ടുള്ള ഇത്രയും നാളും ഞാൻ നോക്കിയിട്ട് ഈ പാർട്ടിക്കാർ നമ്മളെ കളിപ്പിച്ചതാണെന്നാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. സത്യം, സ്വന്തം പാർട്ടിക്കാരെ തന്നെ നിങ്ങളെ കളിപ്പിച്ചു. സത്യം അങ്ങനെ തന്നെയാണ് പറയാൻ. കാരണം ഞങ്ങളടുത്ത് നല്ലതുപോലെ സഹകരിച്ച് നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർ നിസ്സാരം പോലെയാണ് അവർ ഈ കുടിൽ പൊളിച്ചു മാറ്റിയത്. ഞങ്ങളുടെ സാധനങ്ങൾ, ഞങ്ങളുടെ വാടകയ്ക്കാണ് കസേരയൊക്കെ എടുത്തത്. പിന്നെ അതിൽ നമുക്ക് കുറച്ച് രേഖകളും കാര്യങ്ങളെല്ലായിരുന്നു, അതൊന്നും കണ്ടില്ല. നമ്മളാ ഒരു കൊച്ചിൻ്റെ ബാഗ്, ആ പൊടിക്കൊച്ചിൻ്റെ പാൽക്കുപ്പി, ബാഗ്, താക്കോല്, വാഹനത്തിൻ്റെ താക്കോല് സഹിതം ഉൾപ്പെടെ എടുത്ത് ഇവർ ഗോഡൗണിൽ കൊണ്ടുപോയി. ആ കൊച്ചു ഇവിടെ കിടന്ന് കരയാനിടയായി. അപ്പോൾ എനിക്ക് പിന്നെ ഇവരെല്ലാവരും കയറ്റിക്കൊണ്ട് പോയിട്ട് അവർ നിസ്സാരം പോലെയാണ് അവരുടെ പ്ലാന് അവർ പൂർത്തീകരിച്ചു. മുകളിൽ നിന്നുള്ള ആ ഒരു വിളി തന്നെയാണ് ഇതിനെല്ലാം കാരണം. കാരണം പോലീസുകാർക്ക് അവർക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ എങ്ങനെ നോക്കിയാലും അവരുടെ ഭാഗത്ത് അവർ നിൽക്കും. കാരണം അവർ പറയുന്ന കാര്യമേ അവർ ചെയ്യുള്ളൂ. പിന്നെ ഇത്രയും വർഷം 10-20 വർഷം കൊണ്ട് ഈ ശുചീകരണ തൊഴിൽ ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു നീതി കിട്ടുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു ഈ പാർട്ടിയിൽ നിന്നപ്പോൾ. അപ്പം നല്ല ഗംഭീരമായിട്ട് ഒരു നാടകം കളിച്ചു. ഈ പാർട്ടിക്കാർ തന്നെ നാടകം കളിച്ചു. ഞങ്ങളെ സഹോദരങ്ങളെല്ലാവരെയും അറസ്റ്റ് ചെയ്തു. ഇതിൻ്റെ പിന്നിൽ ഗായത്രി ബാബു, DRN, ക്ലൈനസ്, മേയർ, ഇവര് ഞങ്ങളെ ഇനി പിക്കാസിന് കോടാലിക്ക് വെട്ടി ഇവിടെ ഇട്ടാൽ പോലും അവർക്കൊരു മനസാക്ഷിയില്ല. മൃഗം എന്ന് വേണം പറയാൻ. സത്യം, അവർക്കൊരു മനസാക്ഷിയില്ല. അവർ പരമാവധി ഞങ്ങളെ തകർക്കുക എന്നുള്ള ഒരു പ്ലാനിൽ അവർ നിൽക്കുകയാണ്. എത്ര ദിവസമായി സമരം പിന്നിട്ടിട്ട്? 66 ദിവസമായി. 66ാമത്തെ ദിവസം ഇന്നാണ് നമ്മൾ ഈ രോഗികളെ, കാരണം ഈ രോഗികൾ ഇങ്ങനെ ആയെന്ന് വല്ല അറിയാമോ? അവർ വേസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഈ ഹരിതകർമ്മസേന വന്ന് വേസ്റ്റ് എടുത്ത് അത്രയും വീട് അവർക്ക് നഷ്ടമായപ്പോൾ അവർക്ക് മാനസികമായിട്ട് തകർന്ന് ദേഹം തളർന്നവരവർ. എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ അമ്മ ബിന്ദു, അവർ പിന്നെ 2 സ്ട്രോക്ക് വന്നു. അപ്പോൾ ചോദിച്ചെന്ന് അവർ പറഞ്ഞു എന്താണെന്നറിയില്ല, ജോലിക്ക് പോയിട്ട് വന്ന് തളർന്ന് വീഴുന്ന് കിടന്ന് ഇതാ ഇപ്പോഴും കിടക്കുകയാണ് അവരെ പിന്നെ ഈ രാജാജി നഗറിലാണ് അവർ കിടക്കുന്നത്. അവരെ വീടുകളെല്ലാം പോയി. ഈ കോർപ്പറേഷൻ കാണിച്ച ആ നെറികേടാണ് ഇപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളെ വയറ്റ് തടിച്ചുകൊണ്ട് ഞങ്ങളുടെ സഖാക്കളെന്ന് തന്നെ പറയാൻ കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിസ്ഥാനം മുതലേ ഞങ്ങൾ കൂടെ ഉണ്ട്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടാണ് ഞങ്ങൾ നിന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം ഞങ്ങളെ ഈ പിന്നെ ദ്രോഹിച്ച് ഇവർ ഈ കാണിച്ചു കൂട്ടിയ ഈ വേലകൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവിടെ ബാരിക്കേഡ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ കുടിൽ കെട്ടില്ല. പക്ഷേ കുടിലില്ലെങ്കിലും ഞങ്ങൾ സമരം എന്ന് പറയുന്ന സാധനം അതിനി ജീവൻ പോയാലും ശരി തന്നെ ഞങ്ങളെ സഖാക്കളെ ഇറങ്ങിയാൽ ഉടനെ
ഞങ്ങൾ വീണ്ടും സമരം ചെയ്യും. ഇവർക്കൊരു സ്വസ്ഥതയും കിട്ടൂല, ഒരു സ്വസ്ഥതയും കിട്ടില്ല. അവർ നമ്മൾ കൊടുക്കില്ല. നമ്മൾ ലോക്കൽസുകളാണ്, വെറും ലോക്കൽസുകളാണ്. അവർ പറയണതല്ലേ, ഇവർ താഴ്ന്ന ജാതിക്കാരെന്നാണ് ഗായത്രി ബാബു പറഞ്ഞത്. മനസ്സിലായില്ലേ? കുറഞ്ഞ ആൾക്കാരെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെ, അതായത് കല്ലയം ജോയി സഖാവ് ഞങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബലം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം ഇറങ്ങട്ടെ, അവരെല്ലാവരും കൊണ്ടുവരട്ടെ, വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകാം എന്നുള്ള രീതിയാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ അവരെ ഒറ്റ കൊടുത്തുകൊണ്ടുള്ള ഒരു വേലയും ഞങ്ങൾ ഇവിടെ ചെയ്യുകയില്ല. ഇനി അവർ വന്ന് ഇതിനെ ഒരു തീരുമാനം എത്തുന്നത് വരെ ഞങ്ങൾ കൂടെ നിൽക്കും, അത് ഉറപ്പാണ്. എത്ര പേര് അറസ്റ്റ് ചെയ്തു? നിലവിൽ അറസ്റ്റ് ചെയ്ത് എങ്ങനെ പോയാലും ഒരു 10-60 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇന്ന് രാവിലെ മുതൽ സ്ത്രീകളെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ മുതൽ വന്ന് ഈ രോഗികളെല്ലാവരും കിടക്കുന്ന നമ്മൾ ഈ കുടിൽ കെട്ടി പിന്നെ സമരത്തിൻ്റെ ഈ രോഗികളെ കൊണ്ടുവന്ന് ഇതിൽ ഈ ജോലി ചെയ്തവർ രോഗികളായിരുന്നു. അപ്പോൾ ആ രോഗം പിടിച്ചവരെ കൊണ്ടുവന്ന് എങ്കിൽ ഇവരെ മനസ്സലിയുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അതിൽ പോലും ഇവർക്ക് മനസ്സലിഞ്ഞില്ല. അവർ അതിന് പകരം എന്ത് ചെയ്ത്, ആ രോഗികളെ നൈസിലെ കയറ്റി വിട്ടിട്ട് ബാക്കിയുള്ളവരെ പിന്നെ പിടിച്ച് തള്ളി കയറ്റുകയാണ് ചെയ്തത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മുകളിൽ നിന്നുള്ള വിളിയാണോ അല്ലേ? ആണെന്നേ ഞങ്ങൾ പറയുള്ളൂ. മനസ്സിലായില്ലേ? പാർട്ടിയിൽ വിശ്വസിച്ച് നിന്നിട്ട് നമ്മൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നും പറഞ്ഞ് പാർട്ടിക്കാരൻ നമുക്ക് ഈ വാഗ്ദാനം തരയാണ്. സംസാരിക്കും, ഇന്ന് ശരിയാവും, നാളെ ഇന്ന് എന്നും പറഞ്ഞ് നമ്മളെ ഈ 64 ദിവസം വരെയും ഞങ്ങളെ പറ്റിച്ച്. ഏറ്റവും അവസാനം ചർച്ച നടന്നപ്പോഴും ഈ പ്രതീക്ഷ തന്നിരുന്നു നിങ്ങൾക്ക്? അവസാന ചർച്ച വരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇനി ചർച്ചയ്ക്ക് അവർ വിളിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞു അല്ലേ? ആരാണ് അവരെ ചർച്ച? ഞാനിനി പറയാം. അവർ ചർച്ചയിൽ പറയുന്ന കാര്യമല്ല അവർ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ചർച്ചയിൽ പറയുന്നത് പച്ച കള്ളത്തരം തന്നെയാണ്. അവർ പറയുന്ന കാര്യം ഇവിടെ നിറവേറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ സമരം ചെയ്യേണ്ട, കുടിലും കെട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. VK പ്രശാന്ത് സാറുള്ള സമയത്ത് ഞങ്ങൾ അന്തസ്സോടെ ജോലി ചെയ്തു. അറിയാമോ? അന്തസ്സോടെ ഞങ്ങൾ ജോലി ചെയ്ത് അദ്ദേഹം ഞങ്ങൾക്കൊരു ശല്യമായി മാറിയില്ല. ഞങ്ങൾ കുടുംബ സംഗമം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് അദ്ദേഹം വന്ന് ഞങ്ങളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിന് ഞങ്ങൾ 2 കൈ കൊണ്ട് സ്വീകരിച്ചു. അതൊരു മേയറായിരുന്നു. ആ മേയർ ഞങ്ങളടുത്ത് കുടുംബം പോലെയാണ് VK പ്രശാന്ത് സാറ് ഞങ്ങളോട് സഹകരിച്ചത്. ഞാനൊരു കലാകാരനാണ്. ഞാൻ ഏകദേശം 10-30 വർഷം കൊണ്ട് കോമഡി ഷോയിലും പിന്നെ ഏഷ്യാനെറ്റിലും ഒക്കെ കോമഡി പ്രോഗ്രാം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എൻ്റെ ഒരു ബിനോയ് വിതിര എന്നാണ്. ഞാൻ ഈ കൊറോണ വന്നപ്പോൾ ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതി മുട്ടിയ കൊറോണ വന്ന സമയത്താണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങുന്നത്. ഈ ജോലിക്ക് ഇറങ്ങിയപ്പോൾ എനിക്കൊരു മനസ്സിനൊരു സമാധാനം. കാരണം എന്തിനാണ്, അധ്വാനിച്ച് നമ്മൾ കഴിക്കുന്നത് അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. ഞങ്ങൾ നല്ല രീതിയിൽ പുഴുവാരി നല്ല രീതിയിൽ സമാധാനത്തോടെയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതിനെയാണ് ഈ നഗരസഭ ഈ ദ്രോഹം കാണിക്കുന്നത്. ഈ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഭരണാധികാരികൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് നിഷേധാത്മകമായ നിലപാടാണ് നിങ്ങൾക്കെതിരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണൊരു പാർട്ടിക്കാരൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത്? ഇനി ഞാൻ പണ്ട് കടലാസ് ഉണ്ടല്ലോ, കടലാസ് തോരണം കെട്ടി കൊച്ചിലെ ചെറുതിലെ ആ ചണച്ചാക്കിൻ്റെ നൂലിൽ ഈ തോരണം കെട്ടി ആ പ്രായം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എൻ്റെ മുതിർന്നവർ, എൻ്റെ പപ്പയും അമ്മയും എല്ലാവരും അവർ കുടുംബക്കാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ളവരായിരുന്നു. എൻ്റെ ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാവാണ് കല്ലയം ജോയി സഖാവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഇവർ വട്ടളക്കുകയാണ് ചെയ്തത്. അവർ പരിഹസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. ജോയി സഖാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറയും, ഇവിടെ പ്രവർത്തിക്കുന്നത് വേറെ കാര്യം. ഞാൻ ചോദിക്കട്ടെ, മന്ത്രിമാർ പറഞ്ഞാൽ കേൾക്കാത്ത മേയറുണ്ട്? മന്ത്രിമാർ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത ഈ ഇതിനകത്തിരിക്കുന്ന ഈ നഗരസഭയ്ക്കകത്തിരിക്കുന്ന മന്ത്രിമാർ പറഞ്ഞ് കേൾക്കൂലേ? അതാ കള്ളത്തരം പറഞ്ഞതോ? കള്ളത്തരം പറഞ്ഞെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ കിടക്കുന്ന ചപ്പും ചവറും വാരി ജീവിക്കുന്ന പിന്നെ വേസ്റ്റ് എടുത്ത് പുഴുവാരി ജീവിക്കുന്ന പാവം തൊഴിലാളികളാണ് ഞങ്ങൾക്ക് ഇനി നീതി കിട്ടില്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്നവരിൽ ഏറെക്കുറെ പേര് ആത്മഹത്യയുടെ വക്കിൽ എത്തേണ്ടി വരും. അത് ഉറപ്പാണ്. ഇനിയും സമരം കടുപ്പിക്കാൻ തന്നെയാണോ തീരുമാനം? എന്താണ് നിലപാട്? ഇനിയാണ് കടുപ്പിക്കാൻ പോകുന്നത്. ഇനി കടുപ്പിക്കുന്നതേ നഗരസഭ മാത്രമല്ലല്ലോ, ഈ നഗരസഭയ്ക്ക് അകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ.
ഇനി ആ ഒരു കളി ഞങ്ങൾ കളിക്കാൻ പോവുകയാണ്. കാരണം എന്തെന്നറിയാമോ, അവർ ഇതിനകത്ത് തന്നെ അങ്ങ് കഴിയില്ലല്ലോ. അവരും ഞങ്ങളെപ്പോലെ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കാനുള്ളവരല്ലേ. ഒരു സ്വസ്ഥതയും കൊടുക്കില്ല. കല്ലയം ജോയ് സഖാവ് ഞങ്ങളെ മുമ്പേ ഉള്ളിടത്തോളം ഒരു സ്വസ്ഥതയും കൊടുക്കും. കാരണം ശുചീകരണ തൊഴിലാളി യൂണിയൻ്റെ ആ തീരുമാനം തന്നെയാണ്. ജീവൻ മരണ പോരാട്ടമായിരിക്കും. അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ, അവർ കൊണ്ടുപോട്ടെ, അത് ജാമ്യത്തിൽ അവർ ഇറങ്ങി വരട്ടെ. പക്ഷേ വന്നാൽ ഞങ്ങൾ വീണ്ടും സമരം തുടങ്ങും, വീണ്ടും കുടിൽ കെട്ടുകയും ചെയ്യും. അത് ഉറപ്പാണ്. ചേച്ചി, ഈ സമരപ്പന്തൽ പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. നിലവിൽ ആൾക്കാരെ അറസ്റ്റും ചെയ്തിരിക്കുന്ന നേതാക്കളെ എല്ലാവരും തന്നെ. പിന്നെ ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഇങ്ങനെ ഒരു ഭരണകൂടത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചിരുന്നോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവരെല്ലാവരും നമ്മളെ ചതിക്കൊന്നും ഒട്ടും വിചാരിച്ചതല്ല. ഞങ്ങളിവിടെ വന്നിട്ട് 3 മാസം കഴിഞ്ഞ് ഈ പൊടി മക്കളെ കൊണ്ട് മഴയെന്നില്ല വെയിലെന്നില്ല ഞങ്ങളിവിടെ വന്ന് കിടന്ന് ഇതുവരെയും ഒരു ഇത് കാണിച്ചിട്ടില്ല. ഇതുവരെയും ഇവരെന്താണെന്ന് പോലും തിരക്കണ പോലും ഇല്ല, അല്ലെങ്കിൽ എന്തിനാണ് കിടക്കണമെന്ന് എന്നും ഇത് ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങളെല്ലാവരും ഈ ജോലിക്ക് ഇറങ്ങിയിട്ട് 9 വർഷം 10 വർഷം കഴിഞ്ഞവരാണ് ഈ ജോലിക്കുള്ളത്. ഞങ്ങൾ ഈ ജോലി കൊണ്ടാണ് വാടക വീട്, ഈ ജോലി പ്രതീക്ഷയാണ് വാടക വീടും കൊച്ചുങ്ങളെ പഠിത്തം ഓരോ കാര്യങ്ങളും ഞങ്ങൾ നോക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഈ ജോലി ഇട്ട് കളയാൻ പറഞ്ഞ് ഞങ്ങൾ എവിടെ പോവും? ഞങ്ങൾ പെട്ടെന്ന് ഒരു ജോലിക്ക് ഞങ്ങൾ എവിടെ പോവും? ഇവരടുത്ത് ഞങ്ങൾക്കൊരു ജോലി തരാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളെ ജോലി ഞങ്ങൾക്ക് ചെയ്യാനുള്ള ആ ഒരു ഞങ്ങൾക്ക് കിട്ടിയാൽ മാത്രം മതി. വേറെ ഒന്നും ഞങ്ങൾ ഇവരോട് ചോദിക്കില്ല. ശുചീകരണ തൊഴിലാളികളായി നിങ്ങൾ അംഗീകരിക്കണം, ഇത്രയേ ഉള്ളൂ, അംഗീകരിക്കണം. ഇവർ ഞങ്ങൾക്ക് ജോലി, വേറെ ഗവൺമെൻറ് ജോലി ഒന്നും ഞങ്ങൾക്ക് തരണം. ഞങ്ങളെ ജോലി ഞങ്ങളെ ചെയ്യാൻ അനുവദിക്കണം, അത്രയേ ഉള്ളൂ. ഞങ്ങളെ വണ്ടിയും പിടിക്കാതെ സ്വാതന്ത്ര്യത്തോടെ ഈ ജോലി ചെയ്യണം. എൻ്റെ ഭർത്താവാണെങ്കിൽ 12 വർഷം കൊണ്ട് രോഗിയായിട്ട് കിടക്കുകയാണ്. ഇന്നിവിടെ ഇപ്പോൾ വന്നിട്ട് പോയതേ ഉള്ളൂ. ആ വീൽ ചെയറിൽ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ആ മനുഷ്യനെ ഇട്ടിട്ടാണ്, എന്ന് വെച്ചാൽ വേറെ വരുമാനം ഇല്ല ഞങ്ങൾക്ക്, ഈ ഒരു വരുമാനമേ ഉള്ളൂ. അങ്ങനെ ഈ മനുഷ്യനായിട്ട് ആ മനുഷ്യന് ഗുളികയ്ക്ക് തന്നെ 3000 രൂപ മാസം, വീട് വാടക, ഇതെല്ലാം എൻ്റെ ഈ വരുമാനത്തിലാണ്. ഈ എച്ചിൽ വാരി ജീവിക്കാൻ ഞങ്ങളെ സമ്മതിക്കാത്ത കാര്യം എന്ത്? ഈ സ്വന്തം പാർട്ടി തന്നെയാണ് ഇങ്ങനെ ഒരു സ്വീകരിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല. ഞങ്ങൾ വിചാരിച്ച് ഇന്നെങ്കിലും ഞങ്ങൾക്കൊരു നീതി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിപ്പോൾ ഇന്ന് നടന്നത്. പക്ഷെ ഇവരെല്ലാവരും കൂടെ നിന്നിട്ട് ഞങ്ങളെ ചതിച്ച് കളഞ്ഞു. പാർട്ടിക്കാരായാലും പോലീസായാലും ഇവർ ഇത്ര 3 മാസം ഈ മഴയത്തായാലും ഈ പിള്ളേരെയൊക്കെ കൊണ്ട് ഞങ്ങൾ വന്ന് കിടക്കണം. എന്തെന്ന് ചോദിക്കാത്ത എന്ത് ഇവരാരും ചോദിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ജോലിക്ക് ഇറങ്ങി ഞങ്ങൾ ഒരു വസ്ത്രം പോലും വാങ്ങണത് ഈ ജോലിയുടെ ഒറ്റ വരുമാനം, ഓരോ വീടുകളിൽ നിന്ന് കിട്ടണത്, ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ ഞങ്ങളെ എന്തിനിങ്ങനെ ദ്രോഹിക്കണത്? ഇവരാരും ഞങ്ങൾക്ക് ഗവൺമെൻറ് ജോലി തരണ്ട, ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് കറങ്ങണ കസാര വേണ്ട, ഞങ്ങൾക്ക് AC വേണ്ട, കാറിൽ വരണ്ട. ഞങ്ങൾ ഓരോ ഓട്ടോ വാടക പിടിച്ചാണ് ഞങ്ങൾ പോണത്. ഇതിന് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തത്. ഞങ്ങൾക്ക് ഇതിനൊരു നീതി ലഭിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ഞങ്ങളെ ജോലിക്ക് ഇറങ്ങിയാൽ മതി. ഇനി നാളെ തൊട്ട് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഒരു എത്തുപിടി ഇല്ലാതെ ഞങ്ങൾ നിൽക്കുകയാണ്. നാളെ ഇനി വണ്ടി പിടിക്കുമോ, ഞങ്ങളെ തടഞ്ഞു നിർത്തുമോ എന്നുള്ളൊരു വിഷമത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. 3 മാസം കൊണ്ട് ഈ കുടിൽ കെട്ടി ഞങ്ങളിവിടെ കഴിയുകയാണ്. ഇപ്പം ഈ ഒരാഴ്ച കൊണ്ട് നിരാകാരത്തിൽ ഒരു വയസ്സായ ഒരു അമ്മച്ചി, ഇവിടെ ഗുണ്ടകൾ, അതായത് ഗായത്രി ബാബുവിൻ്റെ ഫ്ലെക്സ് ബോർഡ് വെച്ചെന്നും പറഞ്ഞിട്ട് നിരാഹാര സമരം തുടങ്ങിയതിൻ്റെ അന്ന് രാത്രി ഞങ്ങളിവിടെ പോയി. ഞാനുണ്ട്, എൻ്റെ ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡ്, അനിയൻ, ഭാര്യ, ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ കുറച്ച് പയ്യന്മാർ ഇവിടെ ഈ മൂലയിൽ വന്ന് നിന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഉണ്ട് ഇവർ ഇവിടെ വന്നിട്ട് അന്ന് പോലീസുകാർ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോഴും പറഞ്ഞ് അത് ഈ കൊടിയെല്ലാം മാറ്റണം, ഈ ഫ്ലക്സ് ബോർഡ് ഇവിടെ വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ചെറുപ്പക്കാരെ, അതായത് ഒരു 22-25 വയസ്സിനകത്ത് പ്രായമുള്ള പിള്ളേരാണ് കുറേ പേര് ഇവിടെ നിന്ന്. അതിൽ 2 പയ്യന്മാർ വന്ന് അവിടെ വന്ന് ആ ഫ്ലക്സ് ബോർഡ് വലിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പോൾ പോലീസുകാർ വരും, നിങ്ങളിപ്പോൾ ഒന്നും പ്രതികരിക്കില്ല, കാരണം അവസാന ഘട്ടത്തിൽ നിങ്ങളൊന്നും പ്രതികരിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പിന്നെ നമ്മളൊന്നും മിണ്ടിയില്ല. അല്ല, നമുക്കറിയാമായിരുന്നു ആ ബോർഡ് അവിടെ വെപ്പിക്കാൻ നമുക്കറിയാം. അവർ അതായത് നമ്മളെ കൂടെ നിന്നിട്ട് അവരിലുള്ള, അതായത് ഗുണ്ടകളെ വിട്ട് നമ്മളെ സമരം തകർക്കുക. അന്നൊരു ശ്രമം ഇവിടെ നടന്നു. അത് ആര് ചെയ്തെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് മുമ്പ് ഇവിടെ ഏതോ ഒരു നേതാവ് പറഞ്ഞെന്ന് പറഞ്ഞു ഇവിടെ നിന്ന്, അതായത് ഇവിടെ ഈ സമരം കിടക്കുന്നവർ കൊച്ചു ചെറുക്കന്മാരെ കയ്യിൽ നിന്ന് അടി കൊണ്ട് ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു ഇവിടെ അന്നും ഇതുപോലെ. അപ്പോൾ അപ്പോഴേ കൊണ്ട്, അതായത് ഇവിടെ നമ്മളെ പൊളിച്ച് മാറ്റണമെന്നും അതുപോലെ പോലീസുകാരും അധികാരികൾ അതേ ഐഡിയ പരമായിട്ട് അവർ നിന്നു. നമ്മളെ സ്വന്തം വണ്ടിയിൽ നമ്മളെ വീട്ടിലുള്ളവരെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കാതെ അവർ മനഃപൂർവ്വമായി ആംബുലൻസ് കൊണ്ടുവന്ന്
അവിടെ ഇരുന്ന അമ്മച്ചിമാരെ അവർ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് അപ്പം അവർ ഇവിടെ നിന്ന് കൂടി ആലോചിച്ച് ചെയ്തു. ഇത്രയും വർഷമായി ഇത്രയും മാസമായി ഞങ്ങളിവിടെ കിടക്കുന്നു. പൊടി കൊച്ചുങ്ങളെയും കൊണ്ടുവന്ന് കിടക്കുന്നു. നമ്മളൊക്കെ എല്ലാവരും ഇപ്പം ആ ചേച്ചി പറഞ്ഞല്ലോ അതുപോലെ എത്രയോ രോഗികളുണ്ട്. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരുപാട് സമ്പാദിക്കാനല്ല, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അതായത് ഇപ്പം ഈ ജോലി ചെയ്യണവരാർക്കും സ്വന്തമായിട്ട് വീടുള്ളവരൊന്നുമല്ല. എല്ലാവരും വാടക വീടുകളിൽ കിടക്കുന്നവരാണ്. എല്ലാവരും വാടക വീടുകളിൽ. അപ്പം നമുക്ക് ഈ വാടക കൊടുക്കണം. ഇപ്പോഴത്തെ വാടകയൊക്കെ അറിയാലോ എത്ര രൂപയാണെന്നുള്ളത്. അപ്പം നമ്മൾ അപ്പം ആ വാടക കൊടുക്കണം, കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല്, ഇതെല്ലാം നമുക്ക് ഈ വരുമാനം. ഇവർ വിചാരിക്കണത് നമ്മൾ ഇതുകൊണ്ടങ്ങ് കോടികൾ ഒന്നുമില്ല. നമുക്ക് പിന്നെ നമുക്ക് ആരെയും നിന്ന് കടം വാങ്ങണ്ട. നമ്മളെ കാര്യങ്ങൾ അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകും. നമ്മുടെ മക്കളെ കാര്യങ്ങളും കാണാൻ പറ്റും. ഇവർ വിചാരിക്കുന്നത് ഇതിന് നമ്മൾ എന്തോ വലുതായിട്ട് എന്തോ ഉണ്ട്, ഒന്നും ഉണ്ടാക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുഴുവാണ് വരണം. നിങ്ങൾ ഒരു ദിവസം ഞങ്ങൾ ചെയ്യണ ജോലി വന്ന് കണ്ടു നോക്കണം. അത് ഇന്ന് നമ്മളിപ്പോൾ പോയി നാളെ നമ്മൾ ചെന്നില്ല, ഇപ്പം ഇന്ന് എടുത്താൽ നാളെ നമ്മൾ പിന്നെ പിറ്റേന്നാണ് പോകുന്നത്. നമ്മൾ ചെല്ലുമ്പോഴത്തേന് ഇതെല്ലാം പുഴുവാണ്. അതാണ് നമ്മൾ ഒന്ന് ആലോചിക്കുന്നത്. 4, 5, 6 ക്യാനും കൊണ്ട് ആ നാറ്റത്തിലാണ് നമ്മളിരിക്കുന്നത്. ഒരാൾ വണ്ടി ഓടിക്കും, ബാക്കിൽ ഒരാളിരിക്കും. അത്രയും സഹിച്ചാണ് നമ്മൾ ഈ ജോലി ചെയ്യണം. അതും കൂടെ ഇങ്ങനെ ഈ അധികാരത്തിലിരിക്കുന്നവർക്ക് അതും കൈയിട്ട് വാരി എടുക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അപ്പോൾ ഈ ഒരു ഭരണം അല്ലെങ്കിൽ ഈ ഒരു സർക്കാർ നമുക്ക് നീതി തരും എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇവരെ കൂടെ തന്നെ നിന്നത്. ഈ നിമിഷം വരെ നമ്മൾ അവരുടെ കൂടെ തന്നെ. എന്നും നമ്മൾ പാർട്ടിയെ നമ്മൾ തള്ളി പറയുന്നില്ല, പാർട്ടിയെ നമ്മൾ തള്ളി പറയുകയില്ല, നമ്മൾ അവരുടെ കൂടെ തന്നെ. പക്ഷേ നമുക്കൊരു നീതി വേണ്ടേ? ഇത്രയും നാൾ നമ്മളെ നേതാക്കന്മാരെ വാക്കിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്, നിങ്ങൾ അങ്ങോട്ട് കയറരുത്, ഇങ്ങോട്ട് കയറരുത്, അവരത് പറയും. ശരി, അതെല്ലാം നമ്മൾ അംഗീകരിച്ചു. പക്ഷെ നമുക്കൊരു നീതി വേണ്ടേ? നാളെ മുതൽ ഇനി വണ്ടി പക്ഷേ ഒരു കാര്യം, വണ്ടി പിടിക്കാൻ ഇവർ HIമാരായാലും ആരായാലും ഇനി വണ്ടി പിടിച്ചതിന് വേസ്റ്റ് വാരി എറിയുകയും ചെയ്യും. അവരെ വണ്ടിയുടെ വീലും ഞങ്ങൾ കുത്തി കീറും. അത് ഉറപ്പാണ്. എന്തായാലും അറസ്റ്റ് ചെയ്യുവാണ് ഇവരെന്തായാലും അറസ്റ്റ് ചെയ്യാൻ. ഞങ്ങളെ വണ്ടി തടയേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് ആരായാലും എല്ലാവരും അങ്ങനെ തന്നെ പറയും. നമുക്ക് ജീവിക്കണം. നമ്മളിവിടെ പിന്നെ കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ പെണ്ണ് ഇതൊന്നും ചെയ്യണില്ല. നമ്മൾ വേസ്റ്റാണ് പറയുന്നത്. അതും ഈ ഗവൺമെൻറ് അല്ല പൈസ തരുന്നത്, ഇവരാണ് തരുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓരോ വീട്ടുകാർ തുച്ഛമായി തരുന്ന പൈസയിലാണ്. ഇപ്പം ഞാൻ പറയാം, ശരിക്കും പറഞ്ഞാൽ നമ്മളെ മക്കളിടുന്ന തുണികൾ പോലും ഓരോ വീട്ടുകാർ തരുന്നതാണ്. സത്യമാണ്, സത്യം. ശരിക്കും പറഞ്ഞാൽ അതുപോലും അപ്പം ചോദിക്കും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കില്ലേ? പക്ഷെ അവർ തരുമ്പോൾ അവർ വലിയ വീട്ടുകാർ തരും. അപ്പോൾ അവരൊന്നും വാങ്ങിക്കുന്ന രീതിയിലാണ്. അത് ഡ്രസ്സിന് വാങ്ങുന്നപ്പോഴേലും പൈസ ഇല്ല. സത്യമാണ്, ഞങ്ങളിട്ടുള്ള ഡ്രസ്സ് പോലും അങ്ങനെയാണ്. ഓരോ വീട്ടുകാർ തന്നതാണ് സത്യം. പിന്നെ എന്തെങ്കിലും നല്ല ആഘോഷം, ഓണം, ക്രിസ്മസ് അങ്ങനെയൊക്കെ ഉള്ള വരുമ്പോൾ സത്യം ഓരോ വീട്ടുകാർ ചിലപ്പം 10, 50 കൂടുതൽ തരുന്നവരുണ്ട്. അതും തരാത്തവരുമുണ്ട്. അങ്ങനെ 10, 50 കൂടുതൽ തരുന്നവരുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇല്ലെന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇവരല്ല ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. നമുക്കിവിടെ ജോലി വേണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ കണ്ട നമ്മളൊരു സ്വയം തൊഴിലാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, പന്നി വളർത്തൽ അത് അവർ ചെയ്യണ ഒരു കുടിൽ വ്യവസായമാണ് ആണല്ലോ. കോഴി വളർത്തൽ അതൊക്കെ അവർ സ്വയം ചെയ്യണ തൊഴിലുകളാണ്. അതുപോലെ നമ്മളെ ഒരു സ്വയം തൊഴിൽ പോലെ നമ്മൾ ചെയ്യണ ജോലിയാണിത്. നമ്മൾ ഇവരോട് ശമ്പളം തരാൻ പറയുന്നില്ല. നമ്മൾ ഈ ചെയ്യണ ജോലി നമ്മൾ എവിടെയെങ്കിലും തട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നു, അത് മാത്രമേ ഇവർ അങ്ങനെയുള്ളവർ നിങ്ങൾ പിടിച്ചോ, നമുക്ക് പ്രശ്നമില്ല. അങ്ങനെയുള്ളവരെ വേണമെങ്കിൽ ഞങ്ങളും പിടിച്ചു കൊടുക്കാം. അങ്ങനെ തോട്ടിലോ ആറ്റിലോ കൊണ്ട് കളയാൻ ഞങ്ങളും പിടിച്ചു കൊടുക്കും. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അംഗീകൃതമായുള്ള ഏജൻസികൾക്കാണ് നമ്മൾ കൊടുക്കണം. ആ ഏജൻസിക്കാർ പറയണ സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മൾ വേസ്റ്റ് വെച്ച് കൊടുക്കുക. അവർ വന്ന് അവർക്ക് നിശ്ചിത തുക അവർ പറയുന്നുണ്ട്, ആ പൈസയും കൊടുത്ത് അതും നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് അവർക്കും കൊടുക്കണം. അവർക്ക് ലൈസൻസ് ഈ പന്നി ഫാമർക്ക് ഇവർ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അത് കോർപ്പറേഷൻകാർ അത് കൊടുക്കണം. ഇവർ ലൈസൻസിൽ എഴുതണ തുകയെന്ന് പറഞ്ഞാൽ 1000 എഴുതുന്നത്. കോർപ്പറേഷൻകാർ എഴുതുന്ന തുക 1000 രൂപയാണ് അവർക്ക് ലൈസൻസിന് അവർ എഴുതുന്നത്. പക്ഷേ അവരെ നിന്ന് വാങ്ങിക്കുന്ന 1.25 ലക്ഷം രൂപയാണ് ഇവർ വാങ്ങിക്കുന്നത്. അതാരെങ്കിലും പറയുന്നുണ്ടോ? അത് ഇവർ പറയുന്നുണ്ടോ? ഇല്ല. അതായത് ഓരോ 3 മാസം കൂടി ഇരിക്കുമ്പം ഈ ഏജൻസിക്കാർ 1.25 ലക്ഷം രൂപ ഈ കോർപ്പറേഷനിൽ അടയ്ക്കുന്നുണ്ട്. ഞങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം ലൈസൻസ്. അതിനകത്ത് അവർ എഴുതുന്നത് 1000 രൂപയാണ്. അതായത് ലൈസൻസിന് ഈടാക്കുന്ന തുക 1000. പ്രതിമാസം 1000 രൂപയെന്നാണ് എഴുതുന്നത്. ഒരിക്കലല്ല. ആ ലൈസൻസ് എടുക്കുന്നതിന് 3 ലക്ഷം രൂപ എന്തോ അവരിവിടെ കോർപ്പറേഷനിൽ അടയ്ക്കുന്നുണ്ട്. പോരാത്തതിന് 3 മാസം വെച്ച് 3 മാസം കൂടി ഇരിക്കുമ്പോൾ 1.25 ലക്ഷം രൂപ എല്ലാ ഏജൻസിക്കാരും
അവർ പിന്നെ അവർ പറഞ്ഞ ഏജൻസിക്കാരെ അത് ശരിയാണ്. പക്ഷേ ഈ ഏജൻസിക്കാർക്ക് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വീടുകൾ പറഞ്ഞിട്ടില്ല. അവർക്ക് ഹോട്ടലും ഫ്ലാറ്റുകളും മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ വീടുകളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ വീട്ടുകാരാണ് പറയുന്നത്. ഇവർ കിച്ചൺ ബിന്നിൻ്റെ കാര്യം പറഞ്ഞു. ഓരോ വീടുകളും ഇപ്പോഴും കിച്ചൺ ബിന്ന് അവിടെ വെച്ചിട്ടുണ്ട്, ചെടി നട്ട് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ ചെടി നട്ട് വെച്ചേക്കണം കിച്ചൺ ബിന്നിൽ. ഞങ്ങൾ പറഞ്ഞ ഓരോ വീട്ടുകാരും പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കിച്ചൺ മക്കളെ ഇങ്ങനെ നമ്മൾ പൈസയും കൊടുക്കണം, എന്നിട്ട് അവർ മാസം ആകുമ്പോഴാണ് അതും പുഴു മതിലും വീടുകളിലും പുഴു കയറുന്നത്. കൊച്ചുങ്ങളൊക്കെ ഉള്ള വീടുകാരാണ് ഒരുപാട് പ്രശ്നം പറഞ്ഞത്. ഞങ്ങൾക്കത് പറ്റില്ല, നിങ്ങൾ തന്നെ വേസ്റ്റ് എടുത്താൽ ഞങ്ങളല്ലേ പൈസ തരുന്നത്. അപ്പം ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് നിങ്ങൾ തന്നെ എടുത്താൽ മതി. അവർ അതായത് കോർപ്പറേഷൻകാർ ഞങ്ങൾക്ക് പൈസ തരുന്നില്ല, ഞങ്ങളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അപ്പം നിങ്ങൾ തന്നെ വേസ്റ്റ് എടുത്താൽ മതി എന്നാണ്. കാരണം നമ്മൾ ഇന്ന് പോയാൽ നാളെ പോയാൽ മറ്റന്നാൾ പോകും. അപ്പോൾ നമ്മൾ ഒന്നിട വിട്ട ദിവസം നമ്മൾ പോയി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെയല്ല. ഇവരെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലാണ് പോകണം. ഇപ്പോൾ തന്നെ ഹരിതകർമ്മക്കാരുടെ കാര്യം പറയാം. എൻ്റെ വീട്ടിലിരിപ്പുണ്ട് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് മാത്രമേ എടുക്കൂ. അതും കഴുകി നമ്മൾ വെക്കണം. പേപ്പർ എടുക്കത്തില്ല, ചിരട്ട എടുക്കത്തില്ല, കുപ്പി ഇതൊന്നും എടുക്കില്ല. അതൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇവർ ഹരിതകർമ്മക്കാർക്ക് എവിടെ ഉണ്ട് 80,000? എങ്ങുമില്ല ശമ്പളം, എങ്ങുമില്ല. കഴിഞ്ഞ ഓണത്തിന് തന്നെ ഒരു ചേച്ചി കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ശമ്പളം പോലും കിട്ടുന്നില്ല. നേരെ ശമ്പളം എന്നിട്ട് 7 മണി വരെ കിടന്ന് ജോലിയും ചെയ്യണം. അവർക്ക് പോലും നേരെ ശമ്പളം അവർ കൊടുക്കുന്നില്ല. പിന്നെ ഇവർ ഹരിതകർമ്മ ചേരാൻ പറഞ്ഞിട്ട് എന്താണ് കാര്യം? എന്നിട്ട് ഇനി ഈ കോർപ്പറേഷനിലാണ് വേറെ ഏതെങ്കിലും കോർപ്പറേഷനിലാണ് ഈ എടുക്കുന്ന പ്ലാസ്റ്റിക് കുമ്മും കൂട്ടി ഇട്ടിട്ട് അത് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു വീട്ടുകാർ കത്തിച്ചാൽ 25,000 30,000 അവർ പെറ്റിയടിക്കും. പോയിട്ട് തോട് സൈഡിനുള്ള വീടുകൾ അവർ ഈ മഴവെള്ളം പോകാൻ വേണ്ടി ഈ മറ്റേ ഓസ് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ തോട്ടിൽ അതാ മലിനജലം ഒഴുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വരിക്കിരിക്കുന്നത്, അതായത് പൗടിക്കോൺ ചെമ്പഴന്തി ഭാഗത്തിരിക്കുന്ന വീടുകൾ സൈഡിൽ നിന്ന് എല്ലാ വീടുകളിലും 25,000 കോർപ്പറേഷൻ പെറ്റിയടിച്ചിട്ടുണ്ട്. അവർ ഞങ്ങളോട് പറയാതെ മക്കളെ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇവിടെ മഴവെള്ളം പോകണം. അപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ മഴവെള്ള സംഭരണി വെക്കണം. അവരുടെ ഞങ്ങൾ എവിടെയാണ് ഈ മഴവെള്ള സംഭരണി? അങ്ങനത്തെ ദ്രോഹങ്ങളാണ് ഈ ഇപ്പം ഇരിക്കുന്ന ഭരണം ഇവർ കാണിക്കുന്നത്, ഈ മേയറും കൂട്ടരും കാണിക്കുന്നത്. എന്തായാലും ശുചീകരണ തൊഴിലാളികൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് അവരെ ശുചീകരണ തൊഴിലാളികളായി അംഗീകരിക്കുക, അതുകൂടാതെ ഇവരുടെ പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരിച്ച് നൽകുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിലും സമരം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് തന്നെ ഈ നഗരസഭയ്ക്ക് മുൻപിൽ ഇവർ എത്തിച്ചേരുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഈ കൂട്ട അറസ്റ്റിന് പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ കുബുദ്ധിയാണ് എന്നും ശുചീകരണ തൊഴിലാളികൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നു. ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.